ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ കൂടെ ആളുകളുടെ എണ്ണം കാണില്ല. യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ ലൈഫിൽ നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം. അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് മനസ്സിലാവുക. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ. അതായത് ഒരാളുടെ പ്രശ്നം വരുമ്പോൾ ആരുടെയൊക്കെ മനസ്സിൽ നമ്മളുണ്ട് നോക്കുക. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവരെ നമ്മൾ വിട്ടേക്കരുത്, അവരെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റണം. അപ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ വിധിയെ പഠിക്കണ്ട. ഇത് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ ദൈവം തരുന്ന, പടച്ചറബ് തരുന്ന ഒരു സന്ദർഭമാണ്. ആരൊക്കെയുണ്ട് കൂടെ, ആരൊക്കെയുണ്ട് കൂടെ ഇല്ല, ആരൊക്കെയാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത്, ആളുകളുടെ അഭിപ്രായം എന്താണ്, ഇതൊക്കെ നമുക്ക് തന്നെ മരണപ്പെട്ടിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരണം എന്നൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളെക്കുറിച്ച് ആളുകൾ അതുവരെ കുറ്റം പറഞ്ഞിരുന്നവരൊക്കെ നല്ലത് പറയും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രയാസം വരുമ്പോഴാണ് കൂടെ നിൽക്കുന്ന ആളുകൾ ആരാ തിരിച്ചറിയുക. എപ്പോഴും ആലോചിക്കുക, നമ്മൾ സന്തോഷവാന്മാരാകുമ്പോൾ, നമ്മൾ വളരെ ഹാപ്പിനെസ്സിൽ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കാൻ വരുന്ന 1000 പേരേക്കാൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇത് തിരിച്ചറിയാൻ ദൈവം നൽകുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളെ ആ അർത്ഥത്തിൽ നമ്മൾ നേരിട്ടാൽ ലൈഫ് നമുക്ക് വിജയിക്കാൻ കഴിയും.